മെട്രോ നിർമ്മാണത്തിനിടെ കണ്ടെത്തിയ പുരാതന നഗരത്തെ അതേ മെട്രോയുടെ ഭാഗമാക്കിയിരിക്കുകയാണ് ഗ്രീസ്. ചരിത്രത്തെ ആധുനികതയോട് ലയിപ്പിച്ച ഈ മെട്രോ ട്രെയിൻ ചെന്നെത്തുന്നത് ഒരു ഭൂഗർഭ മ്യൂസിയത്തിലേക്കാണ്. 2006 ആരംഭിച്ച തെസലോനിക്കി മെട്രോ പദ്ധതി മുന്നിൽ കാണാതിരുന്ന തിരിച്ചടിയായിരുന്നു അത്. നിർമ്മാണത്തിനായി കുഴിയെടുത്ത തൊഴിലാളികൾ കണ്ടത് അതിപുരാതന നഗരാവശിഷ്ടങ്ങൾ. ഒരു റോമൻ സെമിത്തേരിയും ബൈസന്റൈൻ കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന മാർക്കറ്റിന്റെ അവശിഷ്ടങ്ങളും ഉൾപ്പെട്ട ഈ കണ്ടെത്തൽ മെട്രോ പദ്ധതിയുടെ പ്ലാൻ തെറ്റിച്ചു. ഇതോടെ ഗ്രീക്ക് നഗരത്തിന്റെ സമ്പന്ന ഭൂതകാലത്തെ സംരക്ഷിച്ച് നവീകരണം എങ്ങനെ നടപ്പിലാക്കണമെന്നായി ചർച്ചകൾ. യാത്രക്കാർക്ക് ആസ്വദിക്കാവുന്ന വിധത്തിൽ ചരിത്രാവശിഷ്ടങ്ങളെ പ്രദർശനത്തിന് വെച്ച് ഭൂതകാലത്തെ ആധുനിക ലോകത്തോട് ലയിപ്പിക്കാൻ ഒടുവിൽ തീരുമാനമായി. അങ്ങനെ 18 വർഷം എന്ന നീണ്ട കാലയളവിന് ശേഷം തെസലോനിക്കി മെട്രോ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. പുരാവസ്തുക്കൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ പ്ലാൻ ചെയ്തതിലും 102 അടി ആഴത്തിൽ ഭൂഗർഭ മെട്രോ നിർമ്മിച്ചു. പുരാതന അവശിഷ്ടങ്ങളെ അതേയിടങ്ങളിൽ നിലനിർത്തിക്കൊണ്ടാണ് സ്റ്റേഷന്റെ നിർമ്മാണം. വെനിസിലയിലെ ഭൂഗർഭ മ്യൂസിയത്തിലേക്ക് നയിക്കുന്ന മെട്രോ ട്രെയിൻ നഗരത്തിന്റെ വിനോദസഞ്ചാരത്തിന് പുതിയ സാധ്യതകളാണ് തുറന്നുകൊടുത്തത്. ഗ്രീസിൽ ഏതൻസ് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ മെട്രോ ചെയിനാണ് തെസലോനിക്കിയിലേത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.